ഇപ്പോൾ ആവേശ കാഴ്ചകളിലേക്ക് പോകണം. അതിനിടയിൽ വാർത്തകൾ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് പൊതിച്ചോറിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദവും ചർച്ചകളൊക്കെ ആയിരുന്നു. ഏതായാലും ആ വിവാദത്തിൽ മലക്കം മറിഞ്ഞിരിക്കുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇപ്പോഴത്തെ വിവാദം ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെ പൊതുവായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നതാണ് മന്ത്രിയുടെ പുതിയ വിശദീകരണം വരുന്നത്. ഏതായാലും ഡിവൈഎഫ്ഐ രൂക്ഷമായ ഭാഷയിൽ നേതാക്കളൊക്കെ പ്രതികരിക്കുന്ന സമയത്താണ് മന്ത്രിയുടെ പുതിയ ഒരു പ്രതികരണം കൂടി വരുന്നത്. ഇന്നിപ്പോൾ പ്രമുഖ നേതാക്കൾ തന്നെ ഡിവൈഎഫ്ഐ പൊതുച്ചോറ് വിതരണത്തിൽ പല ആശുപത്രികളിലും പങ്കെടുത്ത് പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആരോഗ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷൻ എ റഹീം പറഞ്ഞത്. മന്ത്രിക്ക് ഈഗോയാണ് എന്നാണ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പൊതുച്ചോറ് വിതരണം തുടരും എന്നതാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും പറഞ്ഞത്. സൈകുമാർ ചേരുകയാണ്. സൈകുമാർ, എന്താണ് ഇപ്പോൾ മന്ത്രി മലക്കം മറിഞ്ഞിരിക്കുന്നത്? പുതിയ വിശദീകരണം എന്താണ്? വിനീത, മന്ത്രി നേരത്തെ നടത്തിയ പ്രതികരണം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി തന്നെ അതിൽ വലിയ പ്രതിഷേധം ഉയർത്തി. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് പുതിയൊരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകുന്നത്. യഥാർത്ഥത്തിലൊരു മലക്കം മറിച്ചിൽ തന്നെയാണ്. അതായത് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഇങ്ങനെയാണ്: ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ല. ഇപ്പോഴത്തെ വിവാദം അത് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനമാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെ പൊതുവായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി നൽകുന്ന വിശദീകരണം. ആലപ്പുഴയിൽ ചില സംഘടനകൾ ഭക്ഷണം നൽകുന്നതിൻ്റെ പേരിൽ സംഘടിതമായി സ്ഥലം കയ്യേറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല. സ്ഥലം കയ്യേറിയതിനാണ് എതിർപ്പ്, ആഹാരം കൊടുക്കുന്നതിനല്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതോടൊപ്പം ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടയുന്ന ഒരു നടപടിയാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ മേഖലയിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു സായി, രാവിലെ ആറന്മുളയിൽ നിന്ന് പ്രതികരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി വിതരണമാകാം, ഈ കൊടിയും ഇതൊക്കെ തോരണങ്ങളും ഒക്കെയാണ് പ്രശ്നം എന്ന മട്ടിലുള്ളൊരു പ്രതികരണമാണ് മന്ത്രി ഇപ്പോൾ ബൈറ്റായും രാവിലെ തന്നിരുന്നത്. അതെ, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കൊടുത്തോട്ടെ. കൊടിയോ ബാനറുകളുമായി ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ആരും വരേണ്ടതില്ല. ആശുപത്രിയുടെ പുറത്ത് കൊടുത്തോട്ടെ. ആശുപത്രിയുടെ അകത്ത് അധികാരം മന്ത്രിക്കാണ്, സർക്കാരിനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അപ്പോഴും അദ്ദേഹം അത് ആലപ്പുഴയുടെ കാര്യം മാത്രമാണ് എന്നല്ല പറഞ്ഞത്. പൊതുവെ എന്ന രീതിയിൽ തന്നെയാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ആ രീതിയിൽ തന്നെയാണ് അതിൽ പ്രതികരണങ്ങളും വന്നത്. പക്ഷേ അത് കൈവിട്ടു പോയി. വലിയ രോഷം യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ നമ്മൾ തന്നെ കൊടുത്തതാണ്. കെ കരുണാകരന്റെ ചിത്രം ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലും കോട്ടയത്ത് ഇതുപോലെ പൊതിച്ചോറ് വിതരണമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നടത്താൻ കഴിയുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നു. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ അതൊരു തിരിച്ചടിയാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ സർക്കാരിന്. അതുകൊണ്ടാണ് അതിവേഗത്തിൽ ഇപ്പോൾ ഒരു തിരുത്തലുമായി സർക്കാർ തന്നെ, മന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നത്. ശരി, ഏതായാലും വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിനൊക്കെ പിന്നാലെ തന്നെയാണ് മന്ത്രി ഏതായാലും മലക്കം മറിഞ്ഞിരിക്കുന്നത്.